എല്ലാവർക്കും കേഡി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേക്കുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയും വിഷ്ണുവും ടെൻ്റൊക്കെ അടിച്ച് അവിടെ അവരുടെ പ്രണയ നിമിഷങ്ങളും കുട്ടികളുടെ കളിച്ചിരികളുമായി അങ്ങനെ പോവുകയാണ്. പിന്നെ സത്യഭാമയുടെ അടുത്താണെങ്കിൽ പോലീസ് വരുന്ന വീട്ടിൽ പോലീസ് വന്നിട്ട് വിഷ്ണുവിനെ അന്വേഷിക്കുന്നു. ഇങ്ങനെ സ്വർണം പോയ കാര്യം ഓട്ടോയിൽ വെച്ച് മറന്നു പോയ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അപ്പോൾ അവർ പറയും വിഷ്ണുവിടെ ഇല്ലയെന്ന്. അങ്ങനെ അപ്പോൾ രാഘവൻ നായർ പറയും ഇങ്ങനെ ശാലിനി കളക്ടറാണെന്ന് പറയും. അപ്പോൾ അയാൾ ഉടനെ കളക്ടർ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയും ഇങ്ങനെ ടൂർ പോയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ പോലീസ് പറയും വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറയുമെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറയും. അതിനുശേഷം പിന്നീട് വീണ്ടും നമ്മുടെ നൂറും പിന്നെ അനൂപും കൂടെ യാത്ര തിരിക്കുന്നു. പുറകെ ഗുണ്ടകളും ഉണ്ട്. അങ്ങനെ വഴിയിൽ നിന്ന് അവരെ കാണാതെ മാറിപ്പോവുകയാണ്. മാറിപ്പോകുന്ന സമയത്ത് മറ്റു നസീറും കൂട്ടാളികളും വേറെ വഴിയിലേക്ക് പോകുന്നു. അങ്ങനെ അനൂപ് പറയും നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവും ശാലിനിയും കൂടെ അവരുടെ പഴയകാല ഓർമ്മകളിലൊക്കെ ഇരുന്ന് സ്വയം ആസ്വദിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നൂറും അനൂപും നേരെ ശാരദയുടെ കുടുംബശ്രീ ശാരദ വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ ശാരദ പേടിച്ച് നോക്കുന്ന ആരാണെന്ന് അപ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനൂപ് പറയും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയും. ഇത് കേട്ട് ശാരദ ഭയങ്കര ഞെട്ടിത്തെരിക്കുകയാണ്. കാരണം ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അവർക്കറിയില്ല. കാരണം അത്രയും പ്രശ്നങ്ങളായിരിക്കും. അവൻ്റെ വീട്ടിലും പ്രശ്നങ്ങളാണ്, അവളുടെ വീട്ടിൽ നിന്ന് എല്ലാ ഗുണ്ടകളും വരും, എല്ലാം മൊത്തത്തിൽ പ്രശ്നം. അപ്പോൾ ശാരദ പറയും നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ പറയും നീ ഇങ്ങനെ സാഹചര്യം ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് പറയും. ഇതേസമയം നമ്മുടെ ചന്ദ്രബോസ് ആണെങ്കിൽ നമ്മുടെ വിഷ്ണുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള അടുത്ത നടപടികളുമായി നീങ്ങുകയാണ്. എന്ന് വെച്ചാൽ ഈ സ്വർണം കാണാൻ പോയത് അവരോടത്ത് പറയും ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറയും. അപ്പോൾ ഈ ഓട്ടോയിൽ തന്നെ ഇതുണ്ടാവും എന്ന് പറയുകയാണ്. അങ്ങനെ എങ്ങനെയും വിഷ്ണുവിനെയും ശാലിനെയും ഒതുക്കുക എന്നതാണല്ലോ ചന്ദ്രബോസിൻ്റെ ഉദ്ദേശം. കാരണം ഇത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ചന്ദ്രബോസ്. ആ അവസരം തന്നെ ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. അപ്പം അങ്ങനെ വീണ്ടും ഓട്ടോയിൽ തപ്പുമ്പോൾ എന്തായാലും സ്വർണം കിട്ടും, അതിൽ തന്നെ ഉണ്ട്. അങ്ങനെ വീണ്ടും വിഷ്ണുവിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ആവുകയാണ്. പിന്നീട് നമ്മുടെ അവരാണ് ടൂർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പപ്പിയും സത്യം പറയും. പപ്പി പറയും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിരുന്നായിരിക്കും അല്ലേ എന്നൊക്കെ പറയും കുട്ടികൾ. അപ്പം പപ്പി സത്യം പറയാതെ അങ്ങനെ പറഞ്ഞാലോ നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ വീണ്ടും വിഷ്ണുവും ശാലിനിയും ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവർ വലിയൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആപത്ഘട്ടത്തിലേക്ക് വീണ്ടും ചെന്ന് വിടുന്നത്. ഈ ചന്ദ്രബോസ് കിട്ടാൻ നോക്കിയിരുന്ന തക്കം എന്തായാലും ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വിഷ്ണുവിനെതിരെയുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്